നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങളെല്ലാവരും പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ പോലീസ് ഡ്രൈവർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനി വരുന്ന ഓരോ ദിവസവും എത്തരത്തിലായിരിക്കണം നമുക്ക് നമ്മുടെ സിലബസ് പൂർത്തീകരിച്ച് പഠിക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫെബ്രുവരിയിലാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസങ്ങൾ പൂർണ്ണമായും പഠിക്കാൻ നമുക്ക് അവസരം കിട്ടും. അടുത്ത ജൂൺ മാസത്തിലേക്ക് ആയിരിക്കാം പരീക്ഷയെന്ന് ആദ്യം മനസ്സിൽ ധാരണ വയ്ക്കണം. ഇപ്പോൾ ഇത് പറയുന്നത് മെയ് 31 പഠിച്ച് തീർക്കണമെന്നല്ലേ സിലബസ്. നമ്മൾ തൊട്ടടുത്ത മാർച്ച് മാസം കഴിയുമ്പോൾ ഏപ്രിൽ ആദ്യ വാരമൊക്കെ ആകുമ്പോൾ തന്നെ ആദ്യത്തെ റൗണ്ട് പഠിച്ചു കഴിയണം. അതിനുശേഷം സെക്കൻഡ് റൗണ്ട് എടുക്കണം, തേർഡ് റൗണ്ട് എടുക്കണം. എന്നിട്ട് മാത്രമേ പരീക്ഷ ഹാളിൽ ഒരു ഉദ്യോഗാർത്ഥി പോകാവൂ. പിന്നെ ഇതിനകത്ത് ആദ്യം പറയാനുള്ളത്, ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഏകദേശം ഒരു 8 മുതൽ 10 മണിക്കൂർ ദിവസവും പഠിക്കാൻ സമയം കിട്ടുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് വളരെ പൂർണ്ണമായിട്ട് ഈ മേഖലകൾ തീർക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തിരക്കിനിടയിലേക്ക് ഒരു ദിവസം 4 മണിക്കൂറേ പഠിക്കാൻ പറ്റുകയുള്ളെങ്കിൽ ഈ പറയുന്ന മേഖലകൾ 4 മണിക്കൂറിനുള്ളിൽ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ 7 ദിവസങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ബുക്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. നമ്മുടെ സിലബസ് അധിഷ്ഠിതമാക്കിയാണ് പറയുന്നത്. തിങ്കളാഴ്ച ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു 8 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടുന്നു. 8 അല്ലെങ്കിൽ ഒരു 8 മുതൽ 10 വരെ മണിക്കൂർ പഠിക്കുന്നു എന്ന് ഇരിക്കട്ടെ. 8 മണിക്കൂറാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം രാവിലെ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് നോക്കാനുള്ളത്, ഇപ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി ഈ ദിവസങ്ങളെല്ലാം തന്നെ ഞാൻ പഠിക്കാനിട്ടിരിക്കുന്ന മേഖല ആദ്യത്തെ ദിവസം ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. തൊട്ടടുത്ത ദിവസം പഠിക്കാനുള്ളത് പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക്. തൊട്ടടുത്ത ദിവസം പിന്നെയും ഡ്രൈവർ സ്പെഷ്യൽ, പോലീസ് സ്പെഷ്യൽ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡ്രൈവർ സ്പെഷ്യൽ, പിന്നെ പോലീസ് സ്പെഷ്യൽ. ഇങ്ങനെയാണ് പഠിക്കാനായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ താഴേക്കാണ്. തിങ്കളാഴ്ച ദിവസം രാവിലെ നിങ്ങളിപ്പോൾ ഒരു 7 മണിക്ക് പഠിക്കാനായിട്ട് ഇരുന്നാൽ ആദ്യം നിങ്ങളുടെ ബുക്ക് എടുക്കുക. ബുക്ക് എടുത്തതിന് ശേഷം ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്ക് എടുത്ത് വായിക്കുക. നിങ്ങൾക്ക് ഒരു 8 മണിക്കൂർ പഠിക്കാനായിട്ട് സമയം കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ 5 മണിക്കൂർ പഠിക്കാൻ സമയം കിട്ടിയാൽ 1 മണിക്കൂർ ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിനകത്തുള്ള ഒരു ഏരിയ പഠിക്കുക. അപ്പോൾ നമുക്ക് സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം, 6 ഹെഡിങ്ങുകളാണ് ഡ്രൈവർ സൈഡിൽ നമുക്ക് പഠിക്കാനുള്ള 6 ഹെഡിങ്. 6 ഹെഡിങ്ങിനകത്ത് ഒന്നാമത്തെ ഹെഡിങ്ങാണ് നിങ്ങൾ പഠിക്കാൻ ആദ്യം എടുത്താൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് റെഗുലേഷൻസ് 1988 ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അത് എടുക്കുക, അതിനെക്കുറിച്ച് ഒന്ന് വായിച്ച് പഠിക്കുക. അതിൻ്റെ നോട്ട്സ് പാരലായിട്ട് നോട്ട് ബുക്കിൽ എഴുതുക. ഒരു ഏകദേശം 2 മണിക്കൂർ പഠിക്കുമ്പോൾ കുറച്ച് മേഖലകൾ നിങ്ങൾക്കൊന്ന് പഠിച്ച് തീർക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ചെറിയ ഒരു 10-15 മിനിറ്റ് ഗ്യാപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത് പഠിക്കാനുള്ളത് ഞാൻ പ്രസിദ്ധീകരണം എന്നാണ് ഇട്ടിരിക്കുന്നത്. പ്രസിദ്ധീകരണം. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ചയൊക്കെയാണ് നമ്മുടെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ തൊഴിൽ വീതിയും തൊഴിൽ വാർത്തയൊക്കെ എത്തുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ പ്രസിദ്ധീകരണം ഉറപ്പായിട്ട് നിങ്ങൾ തിങ്കളാഴ്ച ആയിരിക്കും അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്. ആ ദിവസം അതുമായി ബന്ധപ്പെട്ട് ഡ്രൈവിങ്ങിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് അതിനകത്തുണ്ടെങ്കിലോ, അല്ലെങ്കിൽ GK ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ പോലീസ് ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് അതിനകത്തുണ്ടെങ്കിലും എന്ത് ചെയ്യണം, അത് ഉറപ്പായിട്ട് പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതൊന്ന് വായിച്ച് വയ്ക്കും. അടുത്തത് ജോഗ്രഫിയാണ് വായിക്കാനിട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു മണിക്കൂർ വായിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജോഗ്രഫി എടുക്കുമ്പോൾ ജോഗ്രഫിക്ക് അകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഭൂമിയുടെ അടിസ്ഥാന തത്വങ്ങൾ, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, കേരള ഭൂമിശാസ്ത്രം. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ദിവസം ഭൂമിയുടെ ഘടനയാണ് പഠിക്കുന്നതെങ്കിൽ ഭൂമിയുടെ ഘടനയെക്കുറിച്ച് വായിക്കുക. പറ്റുന്നതുപോലെ അതിൻ്റെ നോട്ട് എഴുതി വയ്ക്കുക. ഓക്കെ. അടുത്തത് പിന്നെ ഇട്ടിട്ടുള്ളത് മാത്സ് ആണ്. നമ്മുടെ സിലബസിനകത്ത് നിന്നുള്ള മാത്സിൻ്റെ അടിസ്ഥാന ക്രിയ ആദ്യം ചെയ്യുക. എന്ന് വെച്ചാൽ ബോർഡ് മാസ്, ഫ്രാക്ഷൻ, ഡെസിമൽ എന്ന് തുടങ്ങിയ മേഖലകൾ. അത് ഏകദേശം അന്നത്തെ ദിവസം ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ചെയ്ത് നോക്കിയാലും മതി. അല്ലെങ്കിൽ രാവിലെ നിങ്ങൾ ക്ലാസ് കാണുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് മാത്സ് ഉറപ്പായിട്ട് ഒരു മേഖല ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ മാത്സ് തിങ്കളാഴ്ചയാണ് ഇട്ടിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ തിങ്കളാഴ്ച മാത്സിൽ ഇപ്പോൾ നിങ്ങൾ ബോർഡ് മാസമാണ് പഠിക്കുന്നത്. ചിലപ്പോൾ അന്നത്തെ ദിവസം കൊണ്ട് പഠിച്ച് തീർത്തില്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് ബുധനാഴ്ച എന്തിട്ടിട്ടുണ്ട്, ബോർഡ് മാസം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഒരു മേഖല തീർക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ച് നോക്കിയേ, ശനിയാഴ്ച പിന്നെയും മാത്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശനിയാഴ്ച ഇട്ടേക്കുന്ന മാത്സിൻ്റെ അന്ന് ആ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റും. അപ്പോൾ തിങ്കളാഴ്ച ഞാൻ പറഞ്ഞത് രാവിലെ ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് വായിക്കുക. അത് കഴിഞ്ഞിട്ട് പ്രസിദ്ധീകരണങ്ങൾ, തൊഴിൽ വീതി, തൊഴിൽ വാർത്ത ഏതാണോ നിങ്ങൾ വരുത്തുന്നത് അതിൽ നിന്നുള്ള മേഖലകൾ നോക്കുക. ഓക്കെ. അടുത്തത് ജോഗ്രഫി, മാത്സ്, കറണ്ട് അഫയേഴ്സ്. നമുക്ക് കറണ്ട് അഫയേഴ്സ് 10 മാർക്കിനുണ്ട്. 1 മണിക്കൂർ എല്ലാ ദിവസവും നമുക്ക് പറ്റുന്നത് പോലെ കറണ്ട് അഫയേഴ്സ് യൂട്യൂബിനകത്തുള്ള ക്ലാസ്സോ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ദിശയുടെ പ്ലാറ്റ്ഫോം ദിശ PSC ഈ ക്ലാസ് റൂമിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ക്ലാസ് കാണുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന എല്ലാ മേഖലയിൽ നിന്നും ക്ലാസ് നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് എന്ത് ചെയ്യുക, അന്നത്തെ ദിവസം 1-2 ക്ലാസ് കാണുക, നോട്ടിൽ എഴുതി വയ്ക്കുക. ഓക്കെ. അപ്പോൾ അന്ന് വൈകുന്നേരം ആകുമ്പോൾ ഒരു ഏരിയ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ദിവസം പോലീസ് സ്പെഷ്യൽ ടോപ്പിക്കാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ എടുക്കുമ്പോൾ നിങ്ങൾ BNS ആണോ, BNSS ആണോ, അല്ലെങ്കിൽ കേരള പോലീസ് ആക്റ്റാണ് പഠിക്കാൻ എടുത്തെന്ന് വിചാരിക്കുക. കേരള പോലീസ് ആക്റ്റിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു 3-4 പേജ് കൃത്യമായിട്ട് വായിച്ച് വയ്ക്കുക.
അതിനുശേഷം ഒരു നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് ഒരു നോട്ട് എഴുതി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും കറണ്ട് അഫയേഴ്സാണ് എഴുതിയിട്ടുള്ളത്. പറ്റുമെങ്കിൽ തലേ ദിവസം വായിച്ച കറണ്ട് അഫയേഴ്സ് ഒന്നും കൂടെ ആവർത്തിച്ച് അടുത്ത ദിവസം വായിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എക്കണോമിക്സ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു പ്രിൻ്റ് എടുത്ത നമ്മുടെ ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. ആ പ്രിൻറ്റിനകത്ത് നിന്ന് സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസം നിങ്ങൾ പഞ്ചവത്സര പദ്ധതി തുടക്കം മുതൽ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് വായിച്ച് 1ാം പദ്ധതി 2ാം പദ്ധതി ഒന്ന് വായിച്ച് നിർത്തുക. അടുത്ത ആഴ്ചയിൽ വീണ്ടും കറങ്ങി നമ്മൾ എക്കണോമിക്സ് എത്തുന്ന സ്ഥലത്ത് ഈ നോട്ട് ഒന്നും കൂടെ വായിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ബാക്കിയുള്ള പഞ്ചവത്സര പദ്ധതി പഠിക്കുക. ഇത് 2ാമത്തെയോ 3ാമത്തെയോ ആഴ്ചയാകുമ്പോൾ ഏരിയകൾ ഇങ്ങനെ നമ്മൾ അറിയാതെ തീർന്നുകൊണ്ടിരിക്കും. ഇനി നമ്മുടെ സിലബസിനകത്ത് അടുത്ത പഠിക്കാനുള്ളത് കെമിസ്ട്രി. ഓക്കെ, കെമിസ്ട്രി എടുക്കുക. കെമിസ്ട്രിക്കകത്ത് എല്ലാം സിലബസ് എടുത്ത് നോക്കണം. കെമിസ്ട്രിക്കകത്ത് തന്നിട്ടുള്ള ആറ്റമാണ് ആദ്യം തന്നിട്ടുള്ളത്. ആറ്റം നോട്ട് കാണും. ഇപ്പോൾ നമ്മുടെ ആപ്പിന് ക്ലാസ്സുകൾ പഠിക്കുന്ന ആൾ, അല്ലെങ്കിൽ റെഗുലർ ക്ലാസ് പഠിക്കുന്ന ആൾ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് പഠിക്കുന്ന ഒരാൾ ആറ്റം നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയലും എടുത്ത് ആറ്റത്തെക്കുറിച്ചുള്ള നോട്ട് നോക്കുക. അപ്പോൾ ആപ്പിനകത്താണെങ്കിൽ നിങ്ങൾ കയറി സയൻസിനകത്ത് ആറ്റം എന്ന് പറയുന്ന മേഖല ഒന്നുകൂടെ കാണുക, അതിൻ്റെ നോട്ട് വായിക്കും. വീഡിയോ കണ്ട ആൾ പിന്നെ എന്ത് ചെയ്താൽ മതി, നോട്ട് മാത്രം വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അടുത്തത് ആർട്ട് കൾച്ചർ സ്പോർട്സ്. ഇത് നമുക്ക് സിലബസിലുണ്ട് കേട്ടോ. ആർട്ട് കൾച്ചർ സ്പോർട്സ് ഇത് പഠിക്കാൻ വേണ്ടി 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലേക്ക് പുതിയ ടെക്സ്റ്റിനകത്ത് ആർട്ട് കൾച്ചർ സ്പോർട്സ് എന്ന് പറഞ്ഞ് പുതിയ സ്കൂൾ ടെക്സ്റ്റിനകത്ത് പുതിയ പാഠങ്ങളുണ്ട്. എന്നുവെച്ചാൽ പുതിയ എന്താണ് മാത്സ് പോലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോലെ ആർട്ടും കൾച്ചറിനും സ്പോർട്സിനും പാഠപുസ്തകങ്ങളുണ്ട്. അതെടുത്ത് പഠിച്ചാലും മതിയാവും. പിന്നെ വീണ്ടും അടുത്ത ബുധനാഴ്ച പറയുകയാണ്. ബുധനാഴ്ച വീണ്ടും ഇട്ടിട്ടുള്ളത് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്കാണ്. തിങ്കളാഴ്ച പഠിച്ച ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്ക് പിന്നെ വീണ്ടും ഒന്നുകൂടെ വായിച്ചു നോക്കുക. എന്നിട്ട് പുതിയ പഠിച്ചു തുടങ്ങാവും. അതെല്ലാ സമയത്തും എങ്ങനെ ആയിരിക്കും? ഞങ്ങൾ പഠിച്ച സമയത്തും അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് ടൈം ടേബിൾ ഉണ്ടെങ്കിൽ ഒരു മേഖലയും നമ്മൾ തൊടാതെ പോകില്ല. ഓക്കെ, അടുത്ത് പഠിക്കാനുള്ള ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിക്കകത്ത് നമുക്ക് സിലബസിൽ തന്നിട്ടുള്ളത് കേരളം, ഇന്ത്യ, ലോകം എന്നിങ്ങനെയാണ്. ഇപ്പോൾ ലോകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിലെ 1ാമത്തെയും 2ാമത്തെയും സോഷ്യലിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ തുടങ്ങിയുള്ള പാഠങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതിയാവും. അടുത്ത കോൺസ്റ്റിറ്റ്യൂഷനാണ് അടുത്ത് തന്നിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ നേരത്ത് ഇതിപ്പോൾ ഒരു 6 മണിക്കൂറൊക്കെ പഠിക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ എല്ലാത്തിനും ഓരോ മണിക്കൂർ വെച്ച് മാറ്റി വെച്ചാൽ മതി. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഭരണഘടനാ നിർമ്മാണ സഭ പാർട്ട് 1, പാർട്ട് 2. ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ വലിയൊരു ഏരിയയാണ്. അതിനകത്ത് നിങ്ങൾക്ക് ഒരു 50 പോയിന്റ് ഒരു ദിവസം വായിച്ച് വയ്ക്കാൻ പറ്റിയാൽ വായിക്കുക, ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കണം. ഇപ്പോൾ പലരും ചോദിക്കുന്നതാണ്, സാർ ഇതിന് വേണ്ടി ഒരു റാങ്ക് ഫയലൊക്കെ വാങ്ങണമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സാധാരണ LD ഒക്കെ റാങ്ക് ഫയൽ വാങ്ങുകയാണെങ്കിൽ തന്നെ ഇതിനു വേണ്ടി ഇപ്പോൾ 1500 രൂപയൊക്കെയാണ് LDയുടെ റാങ്ക് ഫയൽ. അപ്പോൾ അത്രയും വലിയ ബുക്കുകൾ വാങ്ങേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി, ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു ബുക്ക് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ആപ്പിനകത്ത് ജോയിൻ ചെയ്ത ആളുടെ ഒരു 1200 രൂപയാണ് നമ്മൾ പരീക്ഷ വരെ കോഴ്സ് ഫീ ആയിട്ട് ഈടാക്കുന്നത്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും തരുന്നുണ്ട്. അപ്പോൾ 100ന് 100 മാർക്ക് അതിനകത്ത് ചോദിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. എന്നാലും ഡ്രൈവർ സൈഡും GKയും മാത്സും എല്ലാം നമ്മൾ തരുന്നുണ്ട്. ഒരു റാങ്ക് ഫയൽ വാങ്ങുന്ന വില പോലും നിങ്ങൾക്ക് അവിടെ ആകുന്നില്ല. അപ്പോൾ മാത്സ് അടുത്ത് പഠിക്കാനുള്ള മാത്സാണ്. അപ്പോൾ തിങ്കളാഴ്ച നിങ്ങൾ ബോർഡ് മാസിൻ്റെ പകുതിയാണ് പഠിച്ചെങ്കിൽ ഇവിടെ ബോർഡ് മാസ് പഠിച്ച് തീർക്കണം. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു മേഖല, ഇപ്പോൾ ഡയറക്ഷൻ, ദിശയെക്കുറിച്ച്, അല്ലെങ്കിൽ വയസ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും മാത്സിൽ പഠിച്ചൊരു മേഖലയുടെ ചോദ്യങ്ങൾ പിന്നെ അടുത്ത ദിവസം എടുത്ത് ചെയ്തു നോക്കണം. അടുത്തത് PYQ എന്നുണ്ട് ഇട്ടിട്ടുണ്ട്. പ്രീവിയസ് ചോദ്യങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രീവിയസ് ചോദ്യങ്ങളിനകത്ത് നിങ്ങൾക്ക് ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ചോദ്യങ്ങൾ വന്ന് നോക്കാം, മാത്സിലെ ചോദ്യങ്ങൾ നോക്കാം. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ ചോദ്യങ്ങൾ, പ്രീവിയസ് ചോദ്യങ്ങൾ അന്നത്തെ ദിവസം ഉറപ്പായിട്ട് ചെയ്യുക. ഇപ്പോൾ രാവിലെ പഠിക്കാനിരിക്കുന്ന ആൾക്ക് ഒരു 8 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് പഠിക്കാൻ സമയം കിട്ടിയാൽ ഒരു 2 മണിക്കൂർ ആദ്യത്തെ മേഖല വായിക്കുക. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത മേഖല ഒരു 1.5 മണിക്കൂർ എടുത്ത് വായിക്കുക. ഈ വായിച്ച ഏരിയകളുടെ വീണ്ടും ഹിസ്റ്ററി ഒരു ദിവസം വായിച്ചു, തൊട്ടടുത്ത ദിവസം വീണ്ടും ഹിസ്റ്ററി വന്നാൽ എന്ത് ചെയ്യും? വായിച്ചത് വീണ്ടും ഒന്നുകൂടെ വായിച്ചു. അങ്ങനെ കുറച്ച് ദിവസം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മാസമൊക്കെ ആകുമ്പോൾ നമ്മുടെ മുഴുവൻ മേഖലകളും പഠിച്ചു തീർക്കാൻ പറ്റും. ഇപ്പോൾ അടുത്ത വ്യാഴാഴ്ച വീണ്ടും പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. നിങ്ങൾ കേരള പോലീസ് ആക്ട് കുറച്ച് പഠിച്ചു, വീണ്ടും കേരള പോലീസ് ആക്ടിൻ്റെ ബാക്കിയുള്ള മേഖല പഠിക്കുന്നു. ഇങ്ങനെ ഒരു 2 ആഴ്ചയാകുമ്പോൾ കേരള പോലീസ് ആക്ട് തീരുന്നു. പിന്നെ അതിൻ്റെ പരീക്ഷകൾ മാത്രം ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ആപ്പിനകത്തായാലും നമ്മൾ കേരള പോലീസ് ആക്ടിൻ്റെ പരീക്ഷ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ 3 പരീക്ഷകളുടെ നിർദ്ദേശമായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ആ പരീക്ഷകൾ മാത്രം പിന്നെ ചെയ്ത് നോക്കിയാൽ മതി ആ ദിവസത്തിൽ. പിന്നെ വീണ്ടും ജോഗ്രഫി വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ജോഗ്രഫി പഠിച്ചതിൻ്റെ അടുത്ത ജോഗ്രഫി വന്നിട്ടുണ്ട്. ആ ജോഗ്രഫി എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് വായിച്ച് വീണ്ടും സിലബസിനകത്ത് പഠിക്കാത്ത മേഖലകൾ വായിക്കുക. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ നമുക്ക് 3 മാർക്ക് വെച്ചൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത്. പിന്നെ വീണ്ടും കറണ്ട് അഫയേഴ്സ് ഇതിനുണ്ട്. കറണ്ട് അഫയേഴ്സിന് 10 മാർക്കാണ്, മറന്നു വരുന്നത്. ഓരോ സ്ഥാനമാനങ്ങൾ നിങ്ങളുടെ കയ്യിൽ എന്ത് കിട്ടിയാലും കറണ്ട് അഫയേഴ്സിനകത്ത് ഉറപ്പായിട്ട് എഴുതി വയ്ക്കണം. ആ ഓരോ മേഖലകൾ എഴുതി വെച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? താല്പര്യമുണ്ടെങ്കിൽ ക്ലാസ് കണ്ട് നോട്ട് എഴുതി വെച്ച് പഠിക്കുക. അത് വീണ്ടും വെള്ളിയാഴ്ച ആകുമ്പോൾ ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് വരികയാണ്.
ഇപ്പോൾ നമ്മുടെ ആഴ്ചയിലെ 6 ദിവസങ്ങൾ ഉറപ്പായിട്ട് 3 ദിവസം ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും 3 ദിവസം പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും ഈ സിലബസ് പഠിക്കും, ഈ ടൈം ടേബിൾ പഠിക്കുന്നവരുടെ ഒരു ഉദ്യോഗാർത്ഥി കാണുകയാണ്. അപ്പോൾ അവന് വീണ്ടും ആവർത്തിച്ച് പഠിക്കാനുള്ള സമയമുണ്ട്. ഞാൻ പലതവണയായിട്ട് പറയുകയാണ്, നിങ്ങളിപ്പോൾ ഒരു ജോലിക്കിടയിൽ നിന്നാണ് പഠിക്കുന്നത് എങ്കിൽ പറ്റുന്ന സമയം, ഇപ്പോൾ 2 മണിക്കൂർ പറ്റുന്നുള്ള ഇതെല്ലാം കൂടെ 2 മണിക്കൂറിനകത്ത് പഠിച്ചെടുക്കുക. ഉറപ്പായിട്ടും പരീക്ഷയുടെ ഡേറ്റ് വരുമ്പോൾ നിങ്ങൾ ഒരു ലീവ് കണ്ടെത്തണം. ഒരു മാസം സമയം മുഴുവൻ ഫ്രീ ആക്കി വെച്ചിട്ട് നിങ്ങൾ ചെയ്യാവൂ. ഇനി അടുത്ത വെള്ളിയാഴ്ച ദിവസം ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, വീണ്ടും ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഭരണഘടനാ നിർമ്മാണ സഭയുടെ പകുതി പഠിച്ചാൽ അടുത്ത ദിവസം ഭരണഘടനാ നിർമ്മാണ സഭ പഠിച്ച് തീർക്കണം. എന്നിട്ട് അതിൻ്റെ നോട്ട് മാറ്റി എഴുതി വെക്കുക. അടുത്തത് ബയോളജിയിൽ നമുക്ക് കൃത്യമായിട്ട് സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. രോഗങ്ങൾ, രോഗകാരികൾ, ജീവകങ്ങൾ തുടങ്ങിയ മേഖലകളെല്ലാം ബയോളജിക്കുള്ളിൽ പറയുന്നുണ്ട്. ആ മേഖലകൾ ഓരോന്നായിട്ട് വായിച്ച് എന്ത് ചെയ്യുക, തീർക്കണം. കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാപനം തുടങ്ങിയ മേഖലകൾ, ഇതൊക്കെ ഉറപ്പായിട്ട് വായിച്ച് നോക്കണം. ഇനി വീണ്ടും ആർട്ട്, കൾച്ചർ, സ്പോർട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് വീണ്ടും PYQ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ PYQയിൽ ഞാൻ റെഗുലർ ബാച്ച് വരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളോടും പറയുന്നത് കഴിഞ്ഞ് നടന്ന സാധാ PSC പരീക്ഷകളിൽ, ഇപ്പോൾ LDC പരീക്ഷകൾ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് OAയുടെ പ്രിലിംസ് ചോദ്യങ്ങൾ, കഴിഞ്ഞ LGS പരീക്ഷയുടെ ചോദ്യങ്ങൾ, ഈ എല്ലാ ചോദ്യങ്ങളുടെയും GK സൈഡും മാത്സും സയൻസും നിങ്ങൾക്ക് പറ്റുന്നത് പോലെ വായിച്ച് പഠിക്കും. അപ്പോൾ ഈ ഒരാഴ്ചയിൽ ഇനി ശനിയാഴ്ച ദിവസം വീണ്ടും പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ഹിസ്റ്ററി, എക്കണോമിക്സ്, മാത്സ്, ആർട്ട്, കൾച്ചർ, ഈ മേഖലകളെല്ലാം വീണ്ടും ഞാൻ ആവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ മാത്സ് നല്ല രീതിക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിക്ക് അറിയാവുന്ന ആളാണ്. അന്നത്തെ ദിവസം അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റാത്ത മറ്റൊരു മേഖല പഠിക്കാൻ ശ്രമിക്കണം, അറിയാത്തൊരു മേഖല പഠിക്കണം. ഇപ്പോൾ എക്കണോമിക്സ് 2-3 ആഴ്ചയാകുമ്പോൾ എക്കണോമിക്സിൻ്റെ മേഖല നിങ്ങൾ പഠിച്ച് കഴിഞ്ഞാൽ അന്ന് ഇപ്പോൾ 2 മണിക്കൂർ കൊണ്ട് പഠിക്കുന്ന സ്ഥലത്ത് അരമണിക്കൂർ കൊണ്ട് ഒരു എക്കണോമിക്സിൻ്റെ നോട്ട് വായിക്കുക. അടുത്ത പിന്നെ ചെയ്യാനുള്ളത് എന്ത് മാത്രമായിരിക്കണം, അടുത്ത പുതിയൊരു മേഖല കൊണ്ട് ആഡ് ചെയ്യണം. കറണ്ട് അഫയേഴ്സിന് നല്ലൊരു സമയം കൊടുക്കണമെന്ന് എല്ലാവരും ആലോചിക്കണം. കറണ്ട് അഫയേഴ്സിന് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ബാക്കി 50 മാർക്ക് ഞാൻ എല്ലാ സമയത്തും പറയുന്നതാണ്, നിങ്ങൾ പോലീസ് ഡ്രൈവറായിട്ട് ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ പോരാ. ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിനും പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിനും പ്രത്യേക പ്രാധാന്യം കൊടുത്താൽ 50 മാർക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ ഇവിടെ 10 മാർക്കിനുള്ളത് കറണ്ട് അഫയേഴ്സാണ്. 10 മാർക്ക് കറണ്ട് അഫയേഴ്സും ക്ലിയർ ചെയ്ത് മാത്സും കൃത്യമായിട്ട് പഠിച്ചിങ്ങനെ സ്റ്റഡി പ്ലാൻ വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് 2 മാസത്തുമ്പോൾ ഏകദേശം ഏരിയകൾ ഒഴിവാക്കാൻ പറ്റും, പഠിച്ച് തീർക്കാൻ പറ്റും. ഇനി ഞായറാഴ്ച ശ്രദ്ധിക്കണം. ഞായറാഴ്ച ദിവസം നിങ്ങൾ പലരും വീട്ടിലൊക്കെ ഫ്രീ ആയിരിക്കും. അന്നത്തെ ദിവസം അതുവരെ ആ ആഴ്ചയിൽ പഠിച്ച മുഴുവൻ നോട്ടും വായിച്ചു പോകും. അത് സ്പെഷ്യൽ ആണെങ്കിലും GK ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും എല്ലാം വായിച്ചു പോകും. അത് പരീക്ഷയോട് അടുത്ത് വരുന്ന ദിവസങ്ങളിൽ OMR പ്രത്യേകം ചെയ്യാൻ വേണ്ടി മറന്നു പോരും. അപ്പോൾ നമ്മൾ നിങ്ങളുടെ കുറച്ച് ഏരിയയിൽ കഴിയുമ്പോൾ അടുത്തൊരു ഏപ്രിൽ മാസമൊക്കെ എത്തുമ്പോൾ തന്നെ നമ്മൾ OMRകൾ നിങ്ങൾക്ക് തുടങ്ങും. നമ്മുടെ ആപ്പിനകത്ത് OMR തുടങ്ങും. ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ പരീക്ഷകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രൈവറിൻ്റെ 1ാമത്തെ സെറ്റ് നിങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. അടുത്തത് പോലീസ് ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ട പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിനകത്തുള്ള കേരള പോലീസ് ആക്ടിലെ 3 പരീക്ഷകളുടെ നിർദ്ദേശം തന്നിട്ടുണ്ട്. പരീക്ഷകൾ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ പ്രീവിയസ് ചോദ്യങ്ങൾ വായിക്കുമ്പോൾ ഡ്രൈവറിൻ്റെ ചോദ്യങ്ങൾ മാത്രമേ വായിക്കൂ എന്നുള്ള ശാഠ്യം ആരും പിടിക്കരുത്. PSC നടത്തുന്ന സ്ഥിരമായിട്ടുള്ള ചോദ്യങ്ങൾ പഠിക്കുക. ആ പ്രീവിയസ് ചോദ്യങ്ങളിൽ നിന്ന് അതിൻ്റെ അനുബന്ധം പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി പ്രസിദ്ധീകരണം ഞാനിവിടെ എഴുതിയത് കണ്ടോ, പ്രസിദ്ധീകരണം. ഇപ്പോൾ തൊഴിൽ വീതിക്കുള്ളിൽ നമ്മൾ കൊടുക്കുന്ന ഡ്രൈവറിൻ്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ പ്രസിദ്ധീകരണം ഒരു ദിവസം കൊണ്ട് ഒരിക്കലും പഠിച്ചു തീർക്കാൻ പറ്റില്ല. ആ വരുന്ന ദിവസങ്ങളിലും ഇതിനകത്ത് പ്രസിദ്ധീകരണത്തിൻ്റെ വായിക്കാനുള്ള സമയം പ്രത്യേകം കണ്ടുപിടിക്കണം. ഇപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ മേഖലകൾ ഒന്നും കൂടെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ ഉറപ്പായിട്ട് സിലബസ് ഡൗൺലോഡ് ചെയ്യണം. സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ മേഖലകൾ പറയുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട മേഖലകൾ പഠിക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ആരുടെയും കയ്യിൽ സിലബസ് ഇല്ല എങ്കിൽ നമ്മുടെ ദിശ PSC ട്രിവാൻഡ്രം എന്ന ടെലഗ്രാം ചാനലിൽ നമ്മൾ പോലീസ് ഡ്രൈവറിൻ്റെ സിലബസ് ഇട്ടിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്തെടുക്കുക. കൃത്യമായിട്ട് ആവർത്തിച്ച് വായിക്കുക. ഓരോ ദിവസം സമയം കണ്ടെത്തുക. ഇപ്പോൾ നാളെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാനുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസത്തെ ടൈം ടേബിളിനകത്ത് നിങ്ങൾക്ക് പ്രയാസമുള്ള മേഖല കൂടി വായിച്ചതിന് ശേഷമേ പോകാവൂ. നാട്ടിൽ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. മെയ് മാസത്തെ കലണ്ടറിൽ നമ്മുടെ പോലീസ് ഡ്രൈവർ പരീക്ഷ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ തൊട്ടടുത്ത മാസം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ ഞാൻ പറയുന്നത് മറന്നു പോകരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് പോകാം. പക്ഷേ പരീക്ഷയുടെ തീയതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ താൽക്കാലികമായി ജോലികളിൽ നിന്ന് ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കണം. നിങ്ങളുടെ വരുമാനം ആ സമയത്ത് കണ്ടുവച്ചിരിക്കണം. ഇനി ഞായറാഴ്ച ദിവസം റിവിഷൻ വായിക്കാൻ പറഞ്ഞത് ഞായറാഴ്ച ദിവസം 8 മണിക്കൂറോ 10 മണിക്കൂറൊക്കെ ഉറപ്പായിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ താഴെ ചിലപ്പോൾ നിങ്ങൾ കമൻറ്റുകൾ ഇടാൻ സാധ്യത ഉണ്ട്. 8 മണിക്കൂറും 10 മണിക്കൂറൊക്കെ എങ്ങനെ സമയം കിട്ടും? 8 മണിക്കൂറും 10 മണിക്കൂറൊക്കെ ഇനി വരുന്ന 3 മാസത്തേക്കുള്ള കഷ്ടപ്പാട് മാത്രമാണ്. അങ്ങനെ ഒരു കഷ്ടപ്പാട് എടുത്താൽ അവിടെ നിന്ന് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്കൊരു കൃത്യമായൊരു ജോലി ലഭിക്കുന്നത് തന്നെയാണ്. അപ്പോൾ എവിടെയാണോ ഒരു ഉദ്യോഗാർത്ഥി ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നത്
അവന് മാത്രമേ ജോലി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ സിലബസ് എടുക്കുക, ടൈം ടേബിൾ വെച്ച് പഠിക്കുക. ഈ ടൈം ടേബിൾ തന്നെയാണ് കഴിഞ്ഞ ബാച്ചിലുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും പഠിക്കുമെന്ന പ്രതീക്ഷയിൽ നിർത്തുകയാണ്. ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ആ ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഒരു 1200 രൂപ ആണ് കോഴ്സ് ഫീ ആയിട്ട് നൽകുന്നത്. അതിനകത്ത് സമ്പൂർണ്ണമായും മേഖലകൾ നമ്മൾ നിങ്ങൾക്ക് നൽകുമെന്നതാണ് നമ്മുടെ നിങ്ങൾക്ക് തരാനുള്ള ഒരു ഉറപ്പ്. ഓക്കെ, നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.